ബഹുമാനപ്പെട്ട ഗുരുജനങ്ങളെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയുന്നു, അങ്ങ് മഹാത്മാഗാന്ധിയുടെ മഹത്തായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഗവൺമെൻറ്റായി നമ്മുടെ ഗവൺമെൻറ് മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. തമിഴ്നാട്ടിലെ വിജയ് സർക്കാർ എല്ലാ കാര്യങ്ങളിലും വൻ വിജയം കൊയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അങ്ങ് കാണുന്നുണ്ടല്ലോ. ഈ നാട്ടിലെ ജനങ്ങൾ അത് വളരെയധികം ശ്രദ്ധയോടെ വീക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഫാൻസാണ്. ഞാൻ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ വീഡിയോ ഏതെങ്കിലും എടുത്ത് ചെയ്യാൻ മറ്റുള്ളവർക്ക് മാതൃകയിടാൻ ശ്രമിച്ചിട്ടും ഒന്നും നടക്കുന്നില്ല. എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. അത്രയ്ക്ക് നല്ല കാര്യങ്ങളൊന്നും അങ്ങനെ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പ്രധാന കാരണം. തമിഴ്നാട് മുഖ്യമന്ത്രി എന്തായാലും മദ്യം നിരോധിച്ചുകൊണ്ടുള്ള നടപടി ആദ്യം എടുത്തു. അദ്ദേഹം പറഞ്ഞു, മക്കളുടെ ഒരു കുടുംബ ബന്ധങ്ങൾ തകരുന്നതും മദ്യത്തിന് മയക്കുമരുന്ന് അടിമപ്പെടുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കുന്നത് തെറ്റായതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. രണ്ടാമത് അദ്ദേഹം എടുത്ത തീരുമാനം എന്താണ്? ജയിലിൽ കഴിയുന്നവർക്ക് കഞ്ഞിയും പയറും കൊടുക്കാനായിട്ട് തീരുമാനമെടുത്തു. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തു. മൂന്നാമത് അദ്ദേഹം എടുത്ത തീരുമാനം എന്താണ്? അഴിമതി കാണിച്ചാൽ 1000 ആയിരുന്നാൽ അവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിച്ചു. എത്ര ഉദ്യോഗസ്ഥന്മാരെയാണ് പറഞ്ഞു വിട്ടത്? എത്ര തീരുമാനങ്ങളാണ് എടുത്തത്? മൂന്നാമതെടുത്തതൊക്കെ തീരുമാനം. നാലാമതായത് എന്താണ്? മക്കളുടെ സ്വത്തുക്കൾ സംരക്ഷിക്കണം. ഇത് എൻ്റെ സ്വത്തല്ല എന്നുകൊണ്ട് സ്വന്തം വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്ന് കഴിക്കുകയും സ്വന്തം കാറിൽ യാത്ര ചെയ്യുകയും ചെയ്യുന്നു. ഇതെല്ലാം മാതൃകയാണല്ലോ, ഈ സമൂഹത്തിന് മാതൃകയാണല്ലോ, രാജ്യത്തിന് മാതൃകയാണല്ലോ. കാരണം 6 ലക്ഷം കോടി രൂപ കടത്തിൽ നിൽക്കപ്പെടുമ്പോൾ ആ കടത്തിൽ നിന്ന് വീണ്ടും മുഖ്യമന്ത്രി കടമെടുക്കുന്നതിനോട് താല്പര്യം കാണിക്കപ്പെടുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ഈ പാത പിന്തുടരുന്നതല്ലേ നമ്മുടെ നാടിന് നല്ലത്? അതുകൊണ്ട് തന്നെ ഇന്ത്യ മുഴുവൻ വിജയ് ഫാൻസ് വരുന്നു എന്ന് കേൾക്കപ്പെടുമ്പോൾ വരുന്നു എന്ന കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ പറയുന്നു, ഞാനൊരു ഗാന്ധിജിയുടെ ആശയം എൻ്റെ ഫോട്ടോ പോലും വയ്ക്കാതെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നിസ്വാർത്ഥ സേവനം നടത്തുന്ന ഒരാളാണ്. എൻ്റെ ഫേസ്ബുക്ക് ലോക്ക് ചെയ്തിട്ടുണ്ട്. അത് മാറ്റിത്തരുന്നതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറാകണം. എന്തുകൊണ്ടെന്നാൽ ഞാൻ നിസ്വാർത്ഥ സേവകനായതുകൊണ്ടും രാജ്യത്തെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് 1 രൂപ പോലും എടുക്കാതെ സ്വന്തമായി അധ്വാനിച്ച് ജീവിച്ച് അതിൽ നിന്നൊരു ഭാഗം ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും രാഷ്ട്രീയം ഈശ്വര സേവയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവകാരുണ്യമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നതാണ്. അപ്പോൾ എന്നെപ്പോലെ ഒരാളുടെ ഫേസ്ബുക്ക് ലോക്ക് ചെയ്യുന്നത് ശരിയാണോ എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, പ്രധാനമന്ത്രിയും ക്യാബിനറ്റൊക്കെ ചിന്തിക്കുന്നത് നന്നായിരിക്കും. കാരണം എല്ലാവരുടെയും ഒരു അറിവോടുകൂടിയാണ്. കാരണം 4 ലക്ഷത്തിലധികം വ്യൂവേഴ്സ് ഉണ്ടാക്കുന്ന ഒരാൾക്ക് അങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഇവിടെയുള്ള ഇന്ത്യ മഹാരാജ്യം നടക്കുന്ന പല സംഭവങ്ങളും, പല മധ്യപ്രദേശിലുണ്ടായ ആദിവാസികളുടെ സമരങ്ങൾ ഉൾപ്പെടെ പലതും ഞാൻ ഫേസ്ബുക്കിലൂടെയും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ പോസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന കാരണത്താൽ, അതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്ന നെഗറ്റീവുകൾ തുറന്നു കാണിച്ചു എന്ന കാരണത്താലാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും എന്നെ ഒഴിവാക്കണം. കാരണം ഞാൻ പൊതുവെ നിസ്വാർത്ഥ സേവകനായതുകൊണ്ട് എന്നെ പറ്റി ആർക്കും തന്നെ ഒരു മോശം അഭിപ്രായം ഇല്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഉള്ളതുകൊണ്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നിടപെട്ട് എൻ്റെ ലോക്ക് അവസാനിപ്പിക്കുന്ന നടപടികൾ സ്വീകരിക്കണമെന്ന് കൂടി ഞാൻ അപേക്ഷിക്കുന്നു. അതോടൊപ്പം ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ വരാൻ പോകുന്ന സ്വാതന്ത്ര്യ ദിനത്തിൽ 5 കാര്യങ്ങൾ അങ്ങയോട് ഞാൻ ഓർപ്പിക്കുന്നു. തമിഴ്നാട് ഗവൺമെൻറ് ഇവയെല്ലാം ചെയ്താണ്. 1, മദ്യം നിരോധിക്കുന്ന നല്ല നടപടികൾ സ്വീകരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മുടെ യുവതലമുറയെ മദ്യത്തിന് മയക്കുമരുന്നിനെതിരെ സംസാരിക്കുകയും ഒരു വശത്തു നിന്ന് സംസാരിക്കുന്നു, മറുവശത്തു നിന്ന് അതിന് ഇൻഡയറക്റ്റ് പിന്തുണ കൊടുക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ രണ്ടും കെട്ടവരാണെന്നൊരു ചിന്ത ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും. അപ്പോൾ അത് മാറ്റുന്നതിന് വേണ്ടി കൂടിയാണ് പറയുന്നത്. അപ്പോൾ മദ്യത്തിന് രണ്ടാമതായി നമ്മൾ പറയുന്നത് എന്താണ്? മക്കളുടെ സ്വത്ത് സംരക്ഷിക്കണം. യാതൊരു കാരണവശാലും 1 രൂപ പോലും എടുക്കരുത്. ഞാൻ MLA ആയാലും MP ആയാലും മന്ത്രി ആയാലും ആരായാലും, ഞാനൊരു പഞ്ചായത്ത് മെമ്പറായാലും ഒരു കാരണവശാലും 1 രൂപ പോലും ഞാൻ അധ്വാനിച്ച് ജീവിച്ചുകൊണ്ട് അതിലെ പണം കൊടുക്കുകയെത്തുകൊണ്ടേ ചെയ്യൂ. വിജയുടെ ആശയം ഞാൻ നടപ്പാക്കുമെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക്, ഇന്ത്യയിലെ ജനങ്ങൾക്ക് വാക്ക് തരുന്നു. 1 രൂപ പോലും എടുക്കില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. 2, മക്കളുടെ സ്വത്തുക്കൾ സംരക്ഷിക്കണം. 3, പഞ്ചവത്സര പദ്ധതികളിൽ അനുവദിക്കുന്ന ഫണ്ടിൻ്റെ 70% ജനങ്ങൾക്ക് കൊടുക്കുന്നതിന്, 18% കോൺട്രാക്ടർ കൊടുക്കുന്നതിന്, GST അടയ്ക്കുന്നതിന് 12% കോൺട്രാക്ടർ കൊടുക്കുന്നതിനും വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. മൂന്നാമതായിട്ട് നമ്മൾ അപേക്ഷിക്കപ്പെടുന്നത് 4 പെട്രോൾ GST പെടുത്തി 40 രൂപയാണ്. അത് സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ്മെൻറ്റിനും 50% 50-50 ടാക്സ് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 64% ടാക്സ് വാങ്ങിക്കുന്നു. അത് മാറ്റി അത് 20% 18% ബാക്കി കാശ് ഈ നാട്ടിലെ പട്ടിണി പാവം കുറച്ച് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം. അങ്ങനെ 40 രൂപയുടെ വിട്ട് GST പെടുത്തിയാൽ 50 രൂപയ്ക്ക് നമുക്ക് കൊടുക്കുക. സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ അതിനുവേണ്ടി നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കണം
എന്നുള്ളതാണ്. അടുത്തത് വയ്ക്കണം. അടുത്തത് പഞ്ചായത്തി രാജ് നിയമം നടപ്പാക്കണം. അങ്ങനെ അധികാരം വികേന്ദ്രീകരിക്കണം. പഞ്ചായത്ത് പ്രസിഡന്റ്, മുഖ്യമന്ത്രി, പഞ്ചായത്ത് മെമ്പർ, മന്ത്രിയുമായി കണ്ടുകൊണ്ടുള്ള അങ്ങനെ പഞ്ചായത്ത് അധികാരം വികേന്ദ്രീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. ഇത് ഗ്രാമസ്വരാജ്, മഹാത്മജിയുടെ ഗ്രാമസ്വരാജാണ്. അത് നടപ്പാക്കുന്നതിന് വേണ്ടി മഹാത്മാജിയുടെ ആശയം പ്രചരിപ്പിക്കുന്നതിനല്ലേ അങ്ങ്. അപ്പോൾ അത് നടപ്പാക്കുന്നതിന് വഹിക്കണം. രണ്ടാമതായിട്ട് ഞാൻ നേരത്തെ അഞ്ചാമതായിട്ട് ഞാൻ പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന 6 അവകാശങ്ങൾ. ഒന്നാമത്തെ സമത്വം, ഇന്ത്യൻ രാഷ്ട്രപതിക്കും സാധാരണക്കാരന് തുല്യമായ അവസര സമത്വം. അതനുസരിച്ച് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും പഞ്ചായത്ത് മെമ്പർമാർക്കും ചെയർപേഴ്സണും അതുപോലെ തന്നെ കോർപ്പറേഷൻ ചെയർമാൻമാർക്കും ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർക്കെല്ലാം ഓണറേറിയമാണ്. MLA മാർക്കും മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും അതുപോലെ MP ക്കും ക്യാബിനറ്റിൽ എല്ലാവർക്കും ശമ്പളമാണ്. ഇത് 2 തരത്തിലുള്ള പൗരന്മാരെ സൃഷ്ടിക്കും. അതുകൊണ്ട് ഒന്നെങ്കിൽ എല്ലാവർക്കും ഓണറേറിയമാക്കണം, അല്ലെങ്കിൽ എല്ലാവർക്കും കൊണ്ട് ഇന്ത്യൻ ഭരണഘടന പറഞ്ഞ മൗലിക അവകാശം സംരക്ഷിക്കും. 6 അവകാശങ്ങൾ. 1 സമത്വത്തിനുള്ള അവകാശം, 2 അത് ഇന്ത്യൻ രാഷ്ട്രപതിക്കും സാധാരണക്കാരനത്തിൻ്റെ. അപ്പോൾ അത് തുല്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം. 2 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇവിടെ അദാനിക്കും അംബാനിക്കും എന്തും ചെയ്യാൻ കണ്ടിട്ട് ഇവിടെ മണ്ണ് കളവ് പോകുന്നു. ഈ പോകുന്ന മണ്ണിന് 1 ലോഡ് മണ്ണിന് 1000 രൂപ വെച്ചുണ്ടെന്നാണ് എനിക്ക്. അത് പഞ്ചായത്തിന് കൊടുക്കുക. അങ്ങനെ കൊടുക്കപ്പെടുമ്പോൾ അത് ആ പഞ്ചായത്തിന് ജനങ്ങൾക്ക് മൊത്തമായി കിട്ടും. അങ്ങനെ വരുമ്പോൾ പഞ്ചായത്തിൻ്റെ വികസന കാര്യങ്ങൾക്ക് വേണ്ടി അത് വിനിയോഗിക്കാൻ കഴിയും. അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറാവണം. അദാനിക്കുകയും ഇവിടെ സാധാരണക്കാർ ഒരേപോലെ കാണുന്നൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടണം. അങ്ങനെ സമത്വം കൊണ്ടുവരണം, സ്വാതന്ത്ര്യം ഉണ്ടാകണം. 3 ചൂഷണത്തിനെതിരെ ഭൂരിപക്ഷം വരുന്ന വിഭാഗങ്ങളിൽ ന്യൂനപക്ഷം ചൂഷണം ചെയ്ത അവരുടെ സ്ഥാപനജംഗ വസ്തുക്കൾ ജപ്തി ചെയ്യണ നിയമം അത് നടപ്പാക്കണം. അതായത് ചൂഷണത്തിനെതിരായ 4 സാംസ്കാരികവും വിദ്യാഭ്യാസപരവും 5 മതസ്വാതന്ത്ര്യം. 6 ഈ അവകാശങ്ങൾ കോടതിയിലൂടെ നേടിയെടുത്തുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ ചൂഷണത്തിൽ രക്ഷിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് മാത്രം അപേക്ഷിക്കുന്നു വെച്ചുകൊണ്ട് എന്നും ഇത് ഒരു നല്ലൊരു മാതൃകയാകുന്ന ഗവൺമെൻറ്റായി മാറട്ടെ. തമിഴ്നാട് ഗവൺമെൻറ് മാതൃക ആകണം എന്ന് മാത്രം അപേക്ഷിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് ഭാരത്.